ഓം നമോ ഭഗവതേ വാസുദേവായ. ദശകം 12 ശ്ലോക 5. കഹ അസൗ അചിന്യ മഹിമാ കിടിഹി ഉദ്ധിതഃ മേ നാസാപുടാത് കിമു ഭവേദ് അജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാധരി ശൈലമാത്രഃ സദ്യഃ ഭവൻ കില ജഗർജിത ഘോരഘോരം. കോസവ ചിന്ത്യ രൂപം, അതായത് ഈ വിധത്തിൽ ചിന്തിക്കാൻ കഴിയാത്തതിലുള്ള ആ ഒരു രൂപ സാദൃശം. മഹിമ, അത്രയും മഹത്തായ. കിടിരുധിതോ, വരാഹം ആരാണ് എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും പുറത്തു വന്നത് എന്നുള്ള ആ ചിന്ത. മേ, എൻ്റെ, നാസാപുടാത്, നാസികാദ്വാരത്തിൽ നിന്ന്, കിമു, ഒരു പക്ഷേ, ഭവേത്, ഭഗവാന്റെ, അജിതസ്യ, മരണമില്ലാത്തത്, മായ, മായയാണോ, ഇദ്ധം, ഇപ്രകാരം, വിചിന്തയതി, ചിന്തിച്ചുകൊണ്ടിരിക്കെ, ധാതരി, ബ്രഹ്മാവ്, ശൈലമാത്രക, പർവ്വതത്തിൻ്റെ വലുപ്പത്തിൽ, സദ്യ, വീണ്ടും, ഭവൻ, ഭഗവാൻ, കില, തുടങ്ങിയത്, ജഗർജിത, ഗർജിക്കുന്ന ആ ശബ്ദം, ഘോരഘോരം, ഘോരഘോരമായിട്ട്, വളരെ ഭയങ്കരമായിട്ട്. അപ്പോൾ ആ നാസികാദ്വാരത്തിൽ നിന്നും ബ്രഹ്മാവിൻ്റെ ആ രൂപത്തിൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും സാക്ഷാൽ ഭഗവാൻ ഒരു പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയിൽ പുറത്ത് വരികയും അതിനുശേഷം ആനയുടെ വലിപ്പത്തിൽ വളർന്ന് ആകാശത്തിൽ മുട്ടുന്ന വിധത്തിൽ അത്രയും വലുപ്പത്തിൽ വളരുകയും അത് ബ്രഹ്മാവ് നോക്കി നിൽക്കെ, വളരെ വിസ്മയത്തോടെ നോക്കി നിൽക്കുമ്പോൾ തൻ്റെ മരീചി തുടങ്ങിയ പുത്രന്മാരെല്ലാവരും ഇത് കാണുകയും ഭഗവാനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ബ്രഹ്മാവ് ചിന്തിക്കുകയാണ്, ഈ രൂപം എത്രയും മഹത്തായ ഒന്നാണ്. ആ വരാഹമൂർത്തി എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നാണോ വരുന്നത്? ഇത് ഒരു പക്ഷെ ഭഗവാനാണോ, അതോ ഇത് മായയാണോ, അതോ മരണമില്ലാത്ത ആ ശക്തി ഇപ്രകാരം എൻ്റെ നാസികാദ്വാരത്തിൽ നിന്നും വരികയാണെങ്കിൽ ആ ഒരു ഭൂമിയെ സംരക്ഷിക്കുവാൻ വേണ്ടി വന്നതാണോ? ഇങ്ങനെ പർവ്വതത്തിൻ്റെ വലിപ്പത്തിലുള്ള ആ രൂപത്തെ കണ്ട് ബ്രഹ്മാവ് ചിന്തിച്ചു തുടങ്ങി. ആ സമയം ആ വരാഹമൂർത്തിയാണെങ്കിൽ ഘോരഘോരമായി, വളരെ ഭയങ്കരമായി ഗർജിക്കുവാനും തുടങ്ങി. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. സാവചിന്യ മഹിമാ കിടിരുധിതോ മേ നാസാപുടാത് കിമു ഭവേദജ്ജിതസ്യ മായാ ഇത്തം വിചിന്തയതി ധാതരി ശൈലമാത്ര സദ്യോ ഭവൻ കില ജഗർജിത ഘോരഘോരം. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവന സ്മരണം. ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.